ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ദി മല്ലു ഡാറ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡാറ്റ സയൻസ് എന്താണ്, ഡാറ്റ സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇനി വരുന്ന ഫ്യൂച്ചേഴ്സ് ടെക്നോളജി എന്തൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു ഫീൽഡിനെ പറ്റിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് എസ്പെഷ്യലി ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു നല്ലൊരു മാസ്റ്റേഴ്സ് എടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഈ ഒരു പ്രോഗ്രാം എന്തുകൊണ്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാമാണ്. അതിന് റീസൺസും ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും ഈ വീഡിയോ കാണാം. നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇനി അടുത്ത ഇൻടേക്സിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു വർഷം 2 വർഷം ഡൗൺ ദ ലൈൻ ഇൻ്റർനാഷണൽ
എന്തായിരിക്കും ഇതിൻ്റെ സാലറീസ് ഉണ്ടാവുക, ഇങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. എല്ലാവർക്കും ഇപ്പോൾ നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡാറ്റാ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ജോബാണ് ഹയസ്റ്റ് പെയ്ഡ് ജോബ് ഇൻ US, അല്ലെങ്കിൽ 21st സെഞ്ച്വറിയിലെ സെക്സിയസ്റ്റ് ജോബാണ്, ഇങ്ങനെയൊക്കെ ഹൈറ്റ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഒരു റിയാലിറ്റി ബേസ് പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിലേ തന്നെ ഡാറ്റാ സയൻറ്റിസ്റ്റ് ജോബ് റോൾ ആയിരിക്കില്ല കിട്ടുന്നത് ആ ഒരു കമ്പനി. നിങ്ങൾ എൻട്രി ലെവൽ ചെയ്യുമ്പോൾ ഒരു അനലിസ്റ്റ് ആയിട്ടായിരിക്കാം ഒരു ഡാറ്റാ സയൻസ് പ്രോജക്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിനനുസരിച്ചുള്ള സാലറി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത്രയും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത്രയും പ്രോജക്റ്റും എക്സ്പീരിയൻസും വേണ്ടി വരും. ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങളൊരു എൻട്രി ലെവലായിട്ട് ഒരു ഫ്രഷറായിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ UK നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 29 to 36K പൗണ്ട് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാലറി കിട്ടും. അതായത് ഒരു 2.9 തൊട്ട് 3.6 ലക്ഷം മാസം നിങ്ങൾക്ക് സാലറി, അല്ലെങ്കിൽ ആ ഒരു മന്ത്ലി നിങ്ങൾക്ക് സാലറി കിട്ടും. ചിലപ്പോൾ അതിന് മേലെ താഴെ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒരു പ്ലസ് ഓർ മൈനസ് കിട്ടും. ഇപ്പോൾ കാനഡ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഒരാൾക്ക് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു 3-4 lakhs പെർ മന്ത് ഒരു ബേസ് ചെയ്തിട്ട് കിട്ടും. ഇതിന് മേലേക്ക് പോവാം. ചില കുട്ടികളുടെ എന്താ പറയുക, അവരുടെ സ്കിൽ സെറ്റും അവർ ചെയ്ത പ്രോജക്റ്റും അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസും ഇൻഡസ്ട്രി എക്സ്പീരിയൻസും പിന്നെ അവരെത്രത്തോളം ഈ ഒരു ഫീൽഡിൽ എത്രത്തോളം ഡൊമെയിൻ നോളജ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് സാലറി പോകുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മിക്ക കമ്പനിയിലും സാലറി എന്ന് പറയുന്നത് അവർക്കൊരു പ്രോബ്ലം അല്ല. അവർ ഓപ്പൺ ആണ് എത്ര നെഗോഷിയേറ്റ് ചെയ്യുന്നത്. കാരണം സ്കില്ലാണ് അവർ നോക്കുന്നത്. സ്കില്ലുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങൾ ഹയർ ചെയ്യും. അത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു ഒരു പെർട്ടിക്കുലർ ഫീൽഡിലാണ് ഡാറ്റാ സയൻസ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ജസ്റ്റ് ഒരു പീസ് ഓഫ് അഡ്വൈസ് ആണ്. കാരണം മിക്ക കുട്ടികളും ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറേ പേര് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി കാനഡ, UK, ജർമ്മനി എന്ന് പറഞ്ഞ കൺട്രീസിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു എന്താ പറയുക, എങ്ങനെയെങ്കിലും അവിടെ പോയി സെറ്റിൽ ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുക, അങ്ങനെ വിചാരിക്കരുത്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കത് പറ്റുന്നില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും എന്താ പറയുക, ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കണം. പക്ഷെ ആ ഫീൽഡ് തിരഞ്ഞെടുത്താൽ മാത്രം പോരാ, അത് നമുക്ക് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് നമ്മൾ ആദ്യം അറിയണം. ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഡാറ്റാ സയൻസ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാം കംപ്ലീറ്റ്ലി
ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഡാറ്റ സയൻസ് കോഴ്സ് നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഈ ഫീൽഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ വാല്യുബിൾ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് മെയിൽ ചെയ്ത് അയക്കാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഹാപ്പി വീക്കെൻഡ് ആൻഡ് ഹാപ്പി ലേണിംഗ്. സ്റ്റേ സേഫ്.